എക്കോ എക്കോണമി ആൻഡ് ഇറ്റ് ഷേപ്പ്. ഈ ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യണത്. എക്കോളജിക്കൽ എക്കണോമിക്സ്, ബയോ എക്കണോമിക്സ്, ഇക്കോണമി, ഇക്കോ എക്കണോമിക്സ് ഓർ ഇക്കോൺ എന്നത് ഹ്യൂമൻ എക്കണോമീസിൻ്റെയും അതേപോലെ തന്നെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെയും പരസ്പരാശ്രയത്വത്തെയും അതേപോലെ തന്നെ കോ ഇവല്യൂഷനെയും കുറിച്ച് പറയുന്ന ഒരു അക്കാഡമിക് റിസർച്ചിൻ്റെ ഒരു ട്രാൻസ് ഡിസിപ്ലിനറി ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. And ecological economics was founded in the 1980s as a modern discipline on the work of and interactions between various European and American academics. എക്കോളജിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാർട്ടിൻ മൈക്കൽ ഫാബർ പറയുന്നത് എന്താണ്? ജസ്റ്റിസ്, നേച്ചർ ആൻഡ് ടൈം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് എക്കോളജിക്കൽ എക്കണോമിക്സ് നിർവചിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. An intergenerational equity, irreversibility of environmental change, uncertainty of long-term outcomes and sustainable development എന്നിവയെല്ലാം എന്തിനു വഴി കാണിക്കുന്നു എന്നാണ് പറയുന്നത്? എക്കോളജിക്കൽ എക്കണോമിക് അനാലിസിസിനും അതേപോലെ വാല്യുവേഷനും വഴി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വി മൂവിങ് ഓൺ ദി ഷേപ്പ് ഓഫ് ദി ഇക്കോ എക്കോണമി, എ മൊന്യൂമെൻ്റൽ അണ്ടർടേക്കിംഗ്. നമ്മുടെ എക്കോണമിയെ ഒരു ഇക്കോ എക്കോണമി ആയിട്ട് മാറ്റുക എന്ന് പറയുന്നത് ഒരു മഹത്തായിട്ടുള്ളൊരു സംരംഭമാണ്. പ്രധാനമായിട്ടും കമ്പോള ശക്തികളാൽ രൂപപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയെ പരിസ്ഥിതിയുടെ തത്വങ്ങളാൽ രൂപപ്പെടുത്തിയ ഒന്നാക്കി മാറ്റുക ഒരു മാതൃകയും ഇല്ല. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വേൾഡ് പ്രൊഡക്ഷൻ 1915 $6 trillion നിന്ന് 2000 $43 trillion വരുന്നത് ഒരു അരനൂറ്റാണ്ട് മുൻപ് വരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അളവിൽ പരിസ്ഥിതി നാശത്തിന് കാരണമായിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥ പ്രതിവർഷം 3% വികസിക്കുന്നത് തുടർന്നു കഴിഞ്ഞാൽ അടുത്ത അരനൂറ്റാണ്ടിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ 4 ഇരട്ടിയായി വർദ്ധിച്ച് $172 trillion എത്തും. നമുക്ക് ലഭ്യമായിട്ടുള്ള സമയത്തിനുള്ളിലൊരു ഇക്കോ എക്കോണമി ബിൽഡ് ചെയ്യാനായിട്ട് വേഗത്തിലുള്ള വ്യവസ്ഥാപരമായിട്ടുള്ള മാറ്റം ആവശ്യമാണ്. Although the concept of environmentally sustainable development evolved a quarter century ago, not one country has a strategy to build an eco-economy to restore carbon balances, to stabilize population and water tables, and to conserve its forests, soils, and diversity of plants and animal life. അതായത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന കോൺസെപ്റ്റ് 4 നൂറ്റാണ്ട് മുൻപേ വികസിച്ചെങ്കിലും കാർബൺ ബാലൻസ് പുനഃസ്ഥാപിക്കുക, അതേപോലെ തന്നെ ജനസംഖ്യയും ജലവിധാനങ്ങളും സ്ഥിരപ്പെടുത്തുക, അതിലെ വനവും മണ്ണും അതേപോലെ തന്നെ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയൊക്കെ വൈവിധ്യവുമെല്ലാം സംരക്ഷിക്കുക തുടങ്ങിയ ഒരു ഇക്കോ എക്കോണമി കെട്ടിപ്പടുക്കാനുള്ള ഒരു തന്ത്രങ്ങളൊന്നും ഒരു സ്ട്രാറ്റജീസ് ഒന്നും തന്നെ ഒരു രാജ്യത്തിനും ഉണ്ടായിരുന്നില്ല. എമോങ് കൺട്രീസ് ഡെൻമാർക്ക് ഈസ് ദ ഇക്കോ എക്കോണമി ലീഡർ. രാജ്യങ്ങളിൽ തന്നെ ഡെൻമാർക്കാണ് ഇക്കോ ഇക്കോണമിയുടെ ലീഡർ. അതിൻ്റെ ജനസംഖ്യ സ്ഥിരപ്പെടുത്തുകയും കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വൈദ്യുത നിലയങ്ങളുടെ നിർമ്മാണം നിരോധിക്കുകയും റീഫിൽ ചെയ്യാനാവാത്ത ബിവറേജ് കണ്ടെയ്നേഴ്സിൻ്റെ ഉപയോഗം നിരോധിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ 50% വൈദ്യുതി കാറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ അവിടെ നഗര ഗതാഗത ശൃംഖലയും പുനഃക്രമീകരിച്ചു. ഇപ്പോൾ കോപ്പർ ഹേഗനിലെ മൊത്തം യാത്രകളിൽ 32% സൈക്കിളിലാണ്. ഒരു ഇക്കോ ഇക്കോണമി ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. ഇറ്റ് വിൽ ഓൾട്ടർ ഹൗ വി ലൈറ്റ് അവർ ഹോംസ്, വാട്ട് വി ഈറ്റ്, വേർ വി ലിവ്, ഹൗ വി യൂസ് അവർ ലെഷർ ടൈം ആൻഡ് ഹൗ മെനി ചിൽഡ്രൻ വി ഹാവ്. ഇറ്റ് വിൽ ആസ് എ വേൾഡ് വെയർ വി ആർ എ പാർട്ട് ഓഫ് നേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് എൻസ്ട്രേഞ്ച്ഡ് ഫ്രം ഇറ്റ്. നേച്ചറിൽ നിന്നും അകന്നു പോകുന്നതിന് പകരം നമ്മൾ നേച്ചറിൻ്റെ ഭാഗമാവുന്ന ഒരു ലോകം തന്നെ അത് നമുക്ക് നൽകും. നെക്സ്റ്റ് വി മൂവിങ് ഓൺ ദി ഷേപ്പ് ഓഫ് ദി ഇക്കോ എക്കോണമി, റീസ്ട്രക്ചറിങ് ദി എക്കോണമി. വെസ്റ്റേൺ എക്കണോമിക് മോഡലിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരാശിയുടെ തന്നെ 1/5 ആളുകളുടെ ജീവിത നിലവാരം നമ്മുടെ പൂർവികർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു തലത്തിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ അസാധാരണമായതും അതേപോലെ വൈവിധ്യാർന്നതുമായിട്ടുള്ള ഭക്ഷണക്രമം, അൺപ്രസിഡൻറ്റഡ് ലെവൽസ് ഓഫ് മെറ്റീരിയൽ കൺസംഷൻ ആൻഡ് അൺഇമാജിൻഡ് ഫിസിക്കൽ മൊബിലിറ്റി എന്നിവയെല്ലാം നൽകുന്നു എന്നതൊക്കെയാണ്. But unfortunately, it will not work over the long term even for the affluent 1/5, much less for the entire world. അതേപോലെ എനർജി, മെറ്റീരിയൽസ് ആൻഡ് ഫുഡ് എന്നീ കീ എക്കണോമിക് സെക്ടേഴ്സിൽ എനർജി ആൻഡ് മെറ്റീരിയൽസിലാണ് വില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ എ മോർ ഫണ്ടമെൻ്റൽ സെക്ടറൽ റീസ്ട്രക്ചറിങ് ദാൻ ദാറ്റ് in the energy sector as it shifts from oil, coal and natural gas to wind, solar cells and geothermal energy. Now we can see what an eco economy look like. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് പകരം കാറ്റും സൂര്യപ്രകാശവും പോലുള്ള സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാലും അതേപോലെ തന്നെ ഭൂമിക്കുള്ളിൽ നിന്നുള്ള ജിയോതെർമൽ പവറിനാലും പ്രവർത്തിക്കപ്പെടുന്നവയാണ്.
അതേപോലെ എന്താണ് ഒരു ന്യൂ എക്കോണമിയിൽ എന്താണ് പുതിയൊരു സമ്പദ് വ്യവസ്ഥയിൽ അറ്റ്മോസ്ഫിയറിക് CO2 ലെവൽ എന്തായിരിക്കും വിൽ ബി സ്റ്റേബിൾ, സ്ഥിരമായിരിക്കും. ദി എനർജി എക്കോണമി വിൽ ബി എസെൻഷ്യലി എ സോളാർ ഹൈഡ്രജൻ എക്കോണമി വിത്ത് വേരിയസ് എനർജി sources deriving from the sun used either directly for heating and cooling or indirectly to produce electricity. എന്താണ് ഊർജ്ജ സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായിട്ട് ഒരു സൗരോർജ്ജ അല്ലെങ്കിൽ ഹൈഡ്രജൻ സമ്പദ് വ്യവസ്ഥയായിരിക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സൂര്യനിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിവിധ തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ നേരിട്ട് ചൂടാക്കാനും അതേപോലെ തന്നെ തണുപ്പിക്കാനും അല്ലെങ്കിൽ പരോക്ഷമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അതേപോലെ ഫ്യൂച്ചറിൽ ഇക്കോണമിയിൽ വെള്ളത്തിൻ്റെ ഉപയോഗം വിതരണവുമായി സന്തുലിതമായിരിക്കും. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എല്ലാ സെക്ടേഴ്സിലും വാട്ടർ പ്രൊഡക്ടിവിറ്റി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തിക പുനഃക്രമീകരണം അതായത് എക്കണോമിക് റീസ്ട്രക്ചറിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. And next we are moving on the shape of the economy, new industries and new jobs. എന്താണ് ഡിസ്ക്രൈബിംഗ് ദ ഇക്കോ എക്കോണമി ഈസ് ഒബ്വിയസ്ലി എ സംവാട്ട് സ്പെക്കുലേറ്റീവ് അണ്ടർടേക്കിംഗ്. എന്താണ് ഊഹക്കച്ചവടമാണ് ഒരു പരിധിവരെ എന്ത് വിവരിക്കുന്നത് ഇക്കോ എക്കോണമിയെ വിവരിക്കുന്നത്. ബിൽഡിംഗ് എ ന്യൂ എക്കോണമി ഇൻവോൾവ്സ് ഫേസിംഗ് ഔട്ട് ഓൾഡ് ഇൻഡസ്ട്രീസ്, റീസ്ട്രക്ചറിംഗ് എക്സിസ്റ്റിംഗ് വൺസ് ആൻഡ് ക്രിയേറ്റിംഗ് ന്യൂ വൺസ്. വേൾഡ് കോയിൽ യൂസ് ഈസ് already being phased out, dropping 7% since peaking in 1996. It is being replaced by efficiency gains in some countries, by natural gas in others, such as the United Kingdom and China, and by wind power in others such as Denmark. എന്താണ് ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പഴയ വ്യവസായങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നിർത്തുകയും നിലവിലുള്ളതിനെ പുനഃക്രമീകരിക്കുകയും പുതിയത് സൃഷ്ടിക്കുകയും ചെയ്യും. ഇതിനകം തന്നെ ലോക കൽക്കരി ഉപയോഗം നിർത്തലാക്കപ്പെടുന്നുണ്ട്. 1996 അത് ഉയർന്നത് മുതൽ 7% കുറഞ്ഞു. ചില രാജ്യങ്ങളിൽ കാര്യക്ഷമത നേട്ടങ്ങളാൽ അത് മാറ്റി സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ യുണൈറ്റഡ് കിങ്ഡം, ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, അതേപോലെ ഡെൻമാർക്ക് പോലുള്ള മറ്റുള്ളവയിൽ കാറ്റിൻ്റെ ശക്തി എന്നിവ. The new economy will also bring major new industries, ones that either do not yet exist or that are just beginning. Wind electricity generation is one such industry. In many countries, wind will supply both electricity and through the electrolysis of water, hydrogen. Together, electricity and hydrogen can meet all the energy needs of a modern society. ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വലുതും പുതിയതുമായിട്ടുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരും. ഒന്നുകിൽ അത് ഇതുവരെ നിലവിലില്ലാത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ ആരംഭിക്കുന്നതോ ആയിരിക്കും. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു വ്യവസായമാണ്. പല രാജ്യങ്ങളിലും കാറ്റ് വൈദ്യുതിയും അതേപോലെ തന്നെ ജലത്തിൻ്റെ വൈദ്യുതി വിശ്ലേഷണത്തിലൂടെ ഹൈഡ്രജനും നൽകും. ഈ വൈദ്യുതിയും ഹൈഡ്രജനും ഒരുമിച്ച് ഒരു മോഡേൺ സൊസൈറ്റിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിവുള്ളവയാണ്. ഭാവിയിൽ മറ്റൊരു വളർച്ച നേടാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബൈസിക്കിൾ മാനുഫാക്ചറിങ് ആൻഡ് സർവീസിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് ദി ബൈസിക്കിൾ ഈസ് നോൺ പൊല്യൂട്ടിങ്. Another growth industry is rising water productivity. Restructuring the global economy will create not only new industries but also new jobs, indeed all new professions and new specialities within professions. ആഗോള സമ്പദ് വ്യവസ്ഥയെ പുനഃക്രമീകരിക്കുന്നത് പുതിയ വ്യവസായങ്ങൾക്ക് മാത്രമല്ല പുതിയ തൊഴിലവസരങ്ങളും അത് സൃഷ്ടിക്കും. അതേപോലെ തന്നെ പുതിയ തൊഴിലുകൾക്കുള്ളിൽ പുതിയ പ്രത്യേകതകളും അത് സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് എക്കോ എക്കോണമി സൺസെറ്റ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. കോയിൽ മിനിങ്. The 7% decline in world coal burning since it peaked in 1996 will accelerate in the years ahead. Oil pumping. Projections based on shrinking oil reserves indicate production will peak and start declining in the next 5 to 20 years. But concerns about global warming could bring the decline closer. Nuclear power generation. Although public concerns focuses on safety issues, it is the high cost that is ensuring the industry's decline. Clear-cut logging. The rapid spread in eco-labeling of forest products will likely force logging firms to change to sustainable harvesting or be driven out of business. Next, manufacturers of throw-away products. As efforts to close the material cycle intensify, throwaway products will be either banned or taxed out of existence. Next, automobile manufacturing. As world population urbanizes, the conflict between the automobile and the city will intensify, reducing dependence on automobiles. Next, the expanding professions in an eco-economy.
ഇവിടെ പ്രൊഫഷൻസ് കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് മെറ്ററോളജിസ്റ്റ്, ഫാമിലി പ്ലാനിംഗ് മിഡ്വൈസ്, ഫോറസ്റ്റേഴ്സ്, ഹൈഡ്രോളജിസ്റ്റ്, റീസൈക്ലിംഗ് എഞ്ചിനീയേഴ്സ്, aquacultural veterinarians, ecological economists, geothermal geologists, environmental architects, bicycle mechanics, wind turbine engineers. And this one is the examples of eco-economy industries: fish farming, bicycle manufacturing, wind farm construction, wind turbine manufacturing, hydrogen generation, fuel cell manufacturing, solar cell manufacturing, light rail construction, tree planting.